സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെക്കുറിച്ചും അവിടെയുള്ള ഗ്രാഹികളെക്കുറിച്ചും ഒക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഓരോന്നും പഠിക്കാൻ പോവുകയാണ്. അതിലെ ആദ്യത്തെ ആൾ നമ്മുടെ കണ്ണ്. നിങ്ങൾക്കറിയാം കണ്ണ് എത്രമാത്രം നമുക്ക് പ്രധാനപ്പെട്ടതാണെന്ന്. ബാഹ്യലോകത്തെക്കുറിച്ച് ധാരണ നൽകുന്ന പ്രധാനപ്പെട്ട ഇന്ദ്രിയമാണ് കണ്ണ്. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിനെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ബാഹ്യലോകത്തെക്കുറിച്ച് ധാരണ നൽകുന്ന പ്രധാനപ്പെട്ട ഇന്ദ്രിയമാണ് നമ്മുടെ കണ്ണ്. ഓക്കെ, ഇനി കണ്ണ് എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ കണ്ണ് എവിടെയാണുള്ളത്? അപ്പോൾ നിങ്ങൾ പറയും നമ്മുടെ മുഖത്ത്, അല്ലേ? നമ്മുടെ ഫ്രണ്ടിൽ, നമ്മുടെ മുഖത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് എന്തുള്ളത്? മുഖം എന്ന് പറയുന്നത് തന്നെ ഫ്രണ്ട് ഭാഗമാണ്, അല്ലേ? അപ്പോൾ മുഖത്തിൽ നമ്മുടെ മൂക്കിൻ്റെ ഇരുവശത്തായിട്ടാണ് ഉള്ളത്. എന്നാൽ അങ്ങനെ പറഞ്ഞാൽ മതിയോ? പോരാ. കണ്ണിൻ്റെ സ്ഥാനം ചോദിച്ചാൽ ഇനി മുതൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പോരാ. മൂക്കിൻ്റെ അപ്പുറം ഇപ്പുറം എന്ന് പറഞ്ഞാൽ പോരാ. ഇനി എന്ത് നമ്മൾ പറയണമെന്നറിയോ? തലയോട്, നമ്മുടെ തലയോടുണ്ടല്ലോ, സ്കള്ള്, നമ്മുടെ തലയോട്ടിൽ കണ്ണിന് പാകത്തിൽ, അല്ലെ കണ്ണ് വെക്കാൻ പാകത്തിൽ 2 കുഴികളുണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം, ഒരു സ്കള്ള് നിങ്ങൾ കാണുകയാണെങ്കിൽ, ഒരു തലയോട് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിൽ 2 കുഴികളുണ്ട്. ആ 2 കുഴിയിലാണ് എന്ത് സ്യൂട്ടായി നിൽക്കുന്നത്? നമ്മുടെ കണ്ണ് നിൽക്കുന്നത്. ആ കുഴിക്കൊരു പേരുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ പോരാ, തലയോട്ടിയിലെ കുഴികളിൽ നിന്നൊന്നും പറഞ്ഞാൽ പോരാ. നമുക്കതിനൊരു കൃത്യമായി പേരുണ്ട്. എന്താണെന്നറിയോ? തലയോട്ടിയിലെ ആ കുഴികളെ വിളിക്കുന്ന പേരാണ് നേത്രകോടരം. എന്തെന്ന്? നേത്രകോടരം അഥവാ ഓർബിറ്റ്, ഐ സോക്കറ്റ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, അപ്പം തലയോട്ടിലെ ഈ കുഴികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നേത്രകോടരം എന്ന് വിളിക്കുന്നത്. ഈ നേത്രകോടരത്തിലാണ് നമ്മുടെ കണ്ണുകൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതായത് കണ്ണുകളുടെ സ്ഥാനം എന്ന് പറയുന്നത് തലയോട്ടിയിലെ നേത്രകോടരത്തിനകത്ത്. മനസ്സിലായല്ലോ? നേത്രകോടരത്തിലാണ് കണ്ണുകൾ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ തല, അല്ലേ? നിങ്ങളുടെ കണ്ണിനുള്ള സ്പേസ്, അതായത് തലയോട്ടിയിലെ ആ കുഴികളിൽ നിങ്ങളുടെ കണ്ണുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് മണങ്ങുന്നു, മണങ്ങുക മീൻസ് നിങ്ങളൊന്ന് കുനിയുന്നു. ഓക്കെ, മണങ്ങുക നമ്മുടെ ലോക്കൽ ടേമാണ് കേട്ടോ അത്. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് കുനിയുന്നു. നിങ്ങളിങ്ങനെ കുനിയുന്ന സമയത്ത് കണ്ണ് താഴെ പോവോ? ഒന്ന് കുനിഞ്ഞു നോക്കിയേ, കണ്ണ് താഴെ പോവോ? ഇല്ലല്ലോ, ഇല്ല. എന്തുകൊണ്ട് പോകുന്നില്ല? അപ്പം അതിനാണ് നമുക്ക് നേത്രപേശികൾ ആവശ്യമായി വരുന്നത്. ഓക്കെ, നേത്രപേശികളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടാമത്തെ പിക്ചറിൽ കാണാൻ വേണ്ടി പറ്റും. നേത്രപേശികൾ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത്, അല്ലെങ്കിൽ കണ്ണിനെ അവിടെ പിടിച്ചു വെക്കുന്നത് നേത്രപേശികളാണ്. വെറുതെ പിടിച്ചു വെക്കുക മാത്രമല്ല, നമ്മുടെ കണ്ണിൻ്റെ പ്രോപ്പറായിട്ടുള്ള മൂവ്മെൻറ്റ്സിന് ഹെൽപ്പ് ചെയ്യാൻ കൂടി ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് നേരെ നോക്കാം, മുകളിലേക്ക് നോക്കാം, താഴേക്ക് നോക്കാം, ഇരുവശത്തേക്കും കണ്ണ് ചലിപ്പിക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സിനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് കണ്ണിനെ അവിടെ പിടിച്ചു വെക്കുന്ന നമ്മുടെ നേത്രപേശികൾ. നേത്രകോടരത്തിൽ കണ്ണിനെ ഉറപ്പിച്ചു വെക്കുന്ന, നേത്രത്തെ ഉറപ്പിച്ചു വെക്കുന്ന നേത്രപേശികൾ എന്ത് ചെയ്യുന്നു? കണ്ണിൻ്റെ ഈ മൂവ്മെൻറ്റ്സിനും കൂടി സഹായിക്കുന്നുണ്ട്. കണ്ണിനെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു വെക്കുന്നു. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഈ മുകളിലേക്കും താഴേക്കും ഇരുവശങ്ങളിലേക്കും ഒക്കെയുള്ള മൂവ്മെൻറ്റ്സിന് സഹായിക്കുന്നു. കിട്ടിയല്ലോ? ഇനി നിങ്ങൾക്കറിയാം, കണ്ണ് ഞാൻ പറഞ്ഞു വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ്. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുൻഭാഗത്ത് നമുക്ക് എന്തുണ്ട്? കൺപീലികളുണ്ട്, അല്ലേ? കൺപീലികളുണ്ട്, കൺപോളകളുണ്ട്, അതുപോലെ കണ്ണുനീർ ഗ്രന്ഥികളും കാണുന്നുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട 3 ആൾക്കാരാണ് കൺപീലികൾ, കൺപോളകൾ, കണ്ണുനീർ ഗ്രന്ഥികൾ. ഓക്കെ, കൺപോളയുടെ ഡ്യൂട്ടി എന്താ? നമ്മുടെ കണ്ണിനെ മീൻസ് കണ്ണ് തുറക്കാനോ അടക്കാനോ ഒക്കെ സഹായിക്കുന്നത് കൺപോളകളാണ്. കണ്ണിലേക്ക് എന്തെങ്കിലും നല്ല തീവ്രപ്രകാശമോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയൊക്കെ പാറി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കണ്ണടക്കും, അല്ലേ? കണ്ണടക്കാൻ ആ മൂവ്മെൻറ്റ്സ് ആരാ ചെയ്യുന്നത്? ശരിക്കും കൺപോളകളാണ് ചെയ്യുന്നത്. അപ്പോൾ കൺപോളകൾ എന്താണ്? കണ്ണിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ്, സംരക്ഷണ ഉപാധിയാണ്. ഓക്കെ, ഇനി കൺപീലികളോ? കൺപീലികളും അങ്ങനെ തന്നെയാണ്, പൊടിപടലങ്ങളിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കും. ഓക്കെ, അപ്പോൾ പക്ഷെ ചില സമയത്ത് ഈ കൺപീലി തന്നെ കണ്ണിൽ വീണിട്ട് നമുക്ക് പണി കിട്ടാറുമുണ്ട്, അല്ലേ? ഓക്കെ, അത് നമ്മൾ മറക്കുന്നില്ല, എങ്കിലും നമ്മളിങ്ങനെ പഠിച്ചു വെക്കുക. കണ്ണിൻ്റെ സംരക്ഷണ ഉപാധികളിൽ പ്രധാനപ്പെട്ട ആൾക്കാരാണ് കൺപീലികയും കൺപോളയും കണ്ണുനീർ ഗ്രന്ഥിയും. കണ്ണുനീർ ഗ്രന്ഥി എന്തുൽപ്പാദിപ്പിക്കും?
പേര് തന്നെയുണ്ട്, കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കും അല്ലേ. ഉമിനീർ ഗ്രന്ഥി എന്ത് ഉൽപ്പാദിപ്പിക്കും? ഉമിനീര് ഉൽപ്പാദിപ്പിക്കും ആണല്ലോ. നിങ്ങൾക്ക് അറിയുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് അത്. അപ്പോൾ ഉമിനീർ ഗ്രന്ഥി ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ കണ്ണുനീർ ഗ്രന്ഥി എന്ത് ഉൽപ്പാദിപ്പിക്കും? കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കും ആണല്ലോ. ഈ കണ്ണുനീരിനകത്ത് ലൈസോസൈം എന്ന് പറയുന്ന ഒരു രാസാഗ്നിയുണ്ട്, ഒരു എൻസൈം ഉണ്ട്. ഇത് കണ്ണിലേക്ക് എത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കാൻ ഒരു പരിധി വരെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ലൈസോസൈം എന്ന രാസാഗ്നി, ലൈസോസോം അല്ല, ലൈസോസോം എന്ന് പറയുന്നത് ഒരു കോശാംഗമാണ്. ലൈസോസൈം എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ ലൈസോസൈം എന്ന് പറയുന്ന ഒരു രാസാഗ്നി എവിടെയുണ്ട്? നമ്മുടെ കണ്ണുനീരിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കണ്ണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? നേത്രകോടരത്തിലാണ്. നേത്രകോടരം എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടിയിലെ കുഴികളെയാണ് നേത്രകോടരം എന്ന് വിളിക്കുന്നത്. നേത്രകോടരത്തിൽ കണ്ണിനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി നമുക്ക് എന്തുണ്ട്? നേത്രപേശികളുണ്ട്. ഇത് കണ്ണിനെ അവിടെ ഉറപ്പിച്ച് വെക്കുന്നതോടൊപ്പം തന്നെ കണ്ണിൻ്റെ സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിനും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൺപീലികളും കൺപോളകളും കണ്ണുനീർ ഗ്രന്ഥികളുമുണ്ട്. കണ്ണുനീർ ഗ്രന്ഥികൾ എന്ത് ചെയ്യുന്നു? കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നു. കണ്ണുനീരിനകത്ത് എന്തുണ്ട്? ലൈസോസൈം എന്ന് പറയുന്ന ഒരു രാസാഗ്നിയുണ്ട്. ഈ ലൈസോസൈം എന്ന രാസാഗ്നി എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? നമ്മുടെ കണ്ണിലേക്ക് എത്തുന്ന രോഗാണുക്കളെ ഒരു പരിധി വരെ കൊല്ലാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നേത്രാവരണം. ഇതും കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ തന്നെയാണ് കേട്ടോ. ഇത് കോർണിയ ഒഴികെ കൺപോളകൾ ഉൾപ്പെടെയുള്ള കണ്ണിൻ്റെ മുൻഭാഗത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് നേത്രാവരണം. നമ്മുടെ കണ്ണിൻ്റെ ഏറ്റവും ഫ്രണ്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ പാർട്ടിനെയാണ് മക്കളെ കോർണിയ എന്ന് വിളിക്കുന്നത്. നമ്മൾ കാണും, കണ്ണിൻ്റെ ചിത്രം നമ്മൾ കാണും, നമ്മൾ പറയും, എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. നമ്മുടെ കണ്ണിൻ്റെ ഫ്രണ്ട് പാർട്ട്, അതായത് കണ്ണിനകത്തേക്ക് പ്രകാശം കയറിപ്പോണ്ടേ, അങ്ങനെ കണ്ണിനകത്തേക്ക് പ്രകാശം കയറിപ്പോവാനുള്ള ട്രാൻസ്പാരൻ്റ് ആയ, അതായത് സുതാര്യമായിട്ടുള്ള ഒരു ഭാഗമാണ് കോർണിയ. ഈ കോർണിയ ഒഴികെയുള്ള അല്ലെങ്കിൽ കൺപോളകൾ ഉൾപ്പെടെയുള്ള കണ്ണിൻ്റെ മുൻഭാഗത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് നേത്രാവരണം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. കോർണിയയിൽ മാത്രം എന്തില്ല? നേത്രാവരണമില്ല. ഓക്കെ, കോർണിയ സുതാര്യമാണ്. നേത്രാവരണം എവിടെ കാണുന്നുണ്ട്? കൺപോളകളുടെ അടിയിലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പുറത്തുനിന്ന് നമുക്ക് നമ്മുടെ കൺപോള തൊടാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഉള്ളിലായിട്ട് ആര് കാണുന്നുണ്ട്? നേത്രാവരണം കാണുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ വായിക്കുന്നു. കോർണിയ ഒഴികെ കൺപോളകൾ ഉൾപ്പെടെയുള്ള കണ്ണിൻ്റെ മുൻഭാഗത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് നേത്രാവരണം. ഇതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് കണ്ണിനെ സംരക്ഷിക്കുക, ഈർപ്പമുള്ളതും വഴുവഴുപ്പുമുള്ളതുമാക്കുക, പൊടി, രോഗാണുക്കൾ, മറ്റു പദാർത്ഥങ്ങൾ എന്നിവ കണ്ണിലേക്ക് കടക്കുന്നത് തടയുക എന്നിവയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ഇത് ചോദിക്കൂട്ടോ. നേത്രാവരണത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് മക്കളെ ഓർമ്മിച്ച് വെക്കണം. കണ്ണിനെ സംരക്ഷിക്കുന്നു, ഈർപ്പമുള്ളതും വഴുവഴുപ്പുള്ളതുമായ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നു, പൊടി, രോഗാണുക്കൾ, മറ്റ് പദാർത്ഥങ്ങൾ എന്നിവ കണ്ണിലേക്ക് കടക്കുന്നത് തടയുകയും കൂടി ചെയ്യുന്നു. ഇതൊക്കെയാണ് ആരുടെ ഡ്യൂട്ടി? നേത്രാവരണത്തിൻ്റെ ഡ്യൂട്ടി. ഓക്കെ, ദെൻ കണ്ണുനീർ ഗ്രന്ഥികൾ. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണുനീർ ഗ്രന്ഥികളാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ ഗ്രന്ഥികൾ കൺപോളകൾക്കുള്ളിൽ മുകളിലായി കാണപ്പെടുന്നു. മുകളിലത്തെ കൺപോളയിൽ അല്ലെ കൺപോളകൾക്കുള്ളിൽ ഏറ്റവും മുകൾ വശത്തായിട്ടാണ് എന്ത് കാണുന്നത്? കണ്ണുനീർ ഗ്രന്ഥികൾ കാണപ്പെടുന്നത്. ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? മുകളിലത്തെ കൺപോളയുടെ മുകൾ വശത്തായിട്ടാണ് എന്ത് കാണുന്നത്? കണ്ണുനീർ ഗ്രന്ഥികൾ കാണപ്പെടുന്നത്. കണ്ണുനീർ കണ്ണിൻ്റെ ഉപരിതലത്തെ ഈർപ്പമുള്ളതാക്കുന്നതിനും പോഷകങ്ങൾ നൽകുന്നതിനും മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനും അത്യാവശ്യമാണ്. അതായത് കണ്ണിലെപ്പോഴും കണ്ണുനീരിൻ്റെ ഉൽപ്പാദനം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണുനീര് കണ്ണിൻ്റെ ഉപരിതലത്തെ എപ്പോഴും എന്ത് ചെയ്യും? ഈർപ്പമുള്ളതാക്കി വെക്കും. അതുപോലെ കണ്ണിന് എന്ത് നൽകും? പോഷണം നൽകും. മാലിന്യങ്ങൾ പുറന്തള്ളാൻ സഹായിക്കും. ഇതിനൊക്കെ അത്യാവശ്യമാണിതെന്ന് നമ്മുടെ കണ്ണുനീര്. ഓക്കെ, അതുകൊണ്ടാണ് കണ്ണിൽ വല്ല പൊടിയോ മറ്റോ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കണ്ണ് തിരുമ്പുന്നു, കണ്ണുനീരിൻ്റെ ഉൽപ്പാദനം കൂടുന്നു, കണ്ണുനീര് ഈ രോഗാണുക്കളെ അല്ലെങ്കിൽ ഈ വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ കഴുകി കളയുന്നു. ഓക്കെ, ഇനി അതുപോലെ നിങ്ങൾ സിസ്റ്റം നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ കണ്ണ് ചിമ്മാൻ മറന്നുപോകും, നമ്മുടെ ഇൻട്രസ്റ്റ് കാരണം. ഓക്കെ, ഇപ്പോൾ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾ അല്ലെങ്കിൽ ഫോൺ നോക്കുന്ന നിങ്ങൾ ചിലപ്പോൾ കണ്ണ് ചിമ്മാൻ മറക്കുന്നുണ്ടാവും. ഒന്ന് അറിഞ്ഞ് കണ്ണ് ചിമ്മിക്കോളൂ കേട്ടോ. കുറച്ച് സമയം ഇങ്ങനെ കണ്ണ് ചിമ്മുന്നത് അല്ലെങ്കിൽ കണ്ണ് ചിമ്മാതിരിക്കുന്നത് നിങ്ങളുടെ കണ്ണിൻ്റെ ഫ്രണ്ട് ഭാഗം
എന്താ പറയുക, കുറേ കൂടി ഡ്രൈ ആയി പോകാൻ കാരണമാകും. അതായത് കണ്ണുനീരിൻ്റെ ഉൽപ്പാദനം കുറയും. നിങ്ങൾ എത്രത്തോളം കണ്ണ് ചിമ്മി തുറക്കുന്നോ അപ്പോൾ മാത്രമേ കണ്ണുനീരിൻ്റെ ഉൽപ്പാദനം കൂടുതലായിട്ട് നടക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ കണ്ണുനീര് കണ്ണീരിൻ്റെ ഉപരിതലത്തെ ഈർപ്പമുള്ളതാക്കും, പോഷണങ്ങൾ നൽകുന്നതിന് സഹായിക്കും, മാലിന്യം പുറന്തള്ളാനും സഹായിക്കുന്നു. അതുപോലെ അണുബാധകളിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുന്ന ലൈസോസൈം എന്ന എൻസൈമും കൂടി എവിടെ അടങ്ങിയിട്ടുണ്ട്? കണ്ണുനീരിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളത് പറഞ്ഞതാണ്. ഓക്കെ, അതായത് അണുബാധകളിൽ നിന്നും സംരക്ഷിക്കുന്ന ലൈസോസൈം എന്ന എൻസൈമും കൂടി എവിടെ അടങ്ങിയിട്ടുണ്ട്? കണ്ണുനീർ ഗ്രന്ഥിയിൽ അടങ്ങിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ്, എവിടെയാ കണ്ണിന്റെ സ്ഥാനം? കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതിന്റെ ആൻസർ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. കണ്ണിന്റെ സ്ഥാനം എവിടെയാണ്? നേത്രകോടരത്തിൽ. നമ്മൾ പറഞ്ഞു അല്ലെ, തലയോടിയിലെ കുഴികൾ, തലയോട്ടിലെ കുഴികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നേത്രകോടരത്തിനകത്ത്. ഓക്കെ, നേത്രകോടരം എന്ന് വിളിക്കുന്നത്. നേത്രപേശികളുടെ ധർമ്മം എന്താ? കണ്ണിനെ നേത്രകോടരത്തില് ഉറപ്പിച്ചു വെക്കുക. അതേപോലെ തന്നെ എന്തിനു സഹായിക്കുന്നു? കണ്ണിന്റെ ഈസി ആയിട്ടുള്ള മൂവ്മെന്റ്സിനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൺപോള, കൺപീലി എന്നിവയുടെ പ്രാധാന്യം എന്താണ്? കണ്ണിനെ സംരക്ഷിക്കുക. നേത്രാവരണം, കണ്ണുനീർ എന്നിവയുടെ പ്രാധാന്യം നമ്മളിതാ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ കണ്ടു. ഓക്കെ, നേത്രാവരണത്തിൻ്റെയും കണ്ണുനീർ ഗ്രന്ഥികളുടെയും പ്രാധാന്യം എന്താണെന്ന് നമ്മൾ കണ്ടു. നേത്രാവരണത്തിൻ്റെ പ്രാധാന്യം എന്താണ്? കണ്ണിനെ സംരക്ഷിക്കുന്നു, ഈർപ്പമുള്ളതും വഴുവഴുപ്പുമുള്ളതാക്കുന്നു, പൊടി, രോഗാണുക്കൾ, മറ്റ് പദാർത്ഥങ്ങൾ എന്നിവ കണ്ണിലേക്ക് കടക്കുന്നത് തടയുന്നു. അതേസമയം കണ്ണുനീർ ഗ്രന്ഥി എന്താ ചെയ്യുന്നത്? കണ്ണിൻ്റെ ഉപരിതലത്തെ ഈർപ്പമുള്ളതാക്കുന്നു, പോഷണങ്ങൾ നൽകുന്നു, മാലിന്യങ്ങൾ പുറന്തള്ളുന്നു. ഓക്കെ, അണുബാധകളിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുന്ന ലൈസോസൈം എന്ന എൻസൈമുകളും ഇതിനകത്തുണ്ട്. അത് രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇൻഡിക്കേറ്റേഴ്സ് ക്ലിയർ അല്ലേ? ഇതിനൊക്കെ ആൻസർ നിങ്ങൾക്ക് തന്നെ കിട്ടുമല്ലോ. സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കണേ. ഓക്കെ, ഇനിയാണ് നമ്മൾ ശരിക്കും നമ്മുടെ കണ്ണ് എന്തൊക്കെ ഭാഗങ്ങൾ അടങ്ങിയതാണെന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം ടീച്ചർ ജസ്റ്റ് ഒന്ന് പറയാം, അതിനുശേഷം നമുക്കിതൊന്ന് വരച്ച് കൃത്യമായി ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ പറയുന്നത് മാക്സിമം ഒന്ന് ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതിൽ കിട്ടിയില്ല വിചാരിച്ചോ, നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല വിചാരിച്ചോ, നിങ്ങൾക്ക് തൊട്ടടുത്ത സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, ഇപ്പോൾ ഡൗട്ട് ഉള്ളവർക്ക് അപ്പോഴത് ക്ലിയർ ആവും. ആദ്യം നമുക്കൊന്ന് പറഞ്ഞു പോവാം. നമ്മുടെ കണ്ണിന് പ്രധാനമായിട്ടും 3 പാളികളാണുള്ളത്. ഓക്കെ, കണ്ണിന് 3 പാളികൾ. ഇവിടെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ഓക്കെ, കണ്ണിൻ്റെ 3 പാളികളാണിവ: ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ദൃഢപടലം എന്ന് പറയുന്നത് കണ്ണിൻ്റെ ഏറ്റവും പുറത്തെ പാളിയാണ്, അതായത് ബാഹ്യപാളി എന്നറിയപ്പെടും. ഓക്കെ, കണ്ണിൻ്റെ ബാഹ്യപാളിയാണ് ദൃഢപടലം. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കണ്ണിന് ദൃഢത നൽകുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് ആൾ ചെയ്യുന്നത്. രണ്ടാമത്തത് രക്തപടലം. അപ്പോൾ കണ്ണിൻ്റെ ഏറ്റവും ബാഹ്യപാളി ദൃഢപടലം, മധ്യപാളിയാണ് രക്തപടലം. രക്തപടലത്തിൽ ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്നു. ഇത് കണ്ണിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യും. ഇനി ഏറ്റവും ആന്തരപാളിയാണ് ദൃഷ്ടിപടലം. ദൃഷ്ടിപടലം റെറ്റിന എന്നും അറിയപ്പെടുന്നു. ഞാൻ പറഞ്ഞു ആന്തരപാളിയാണ്, ഏറ്റവും ഉള്ളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെയാണ് പ്രതിബിംബത്തിൻ്റെ രൂപീകരണം നടക്കുന്നത്. ഓക്കെ, ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കണം. ദൃഢപടലത്തിൻ്റെ മുൻഭാഗം സുതാര്യമാണ്. ഓക്കെ, ദൃഢപടലത്തിൻ്റെ മുൻഭാഗം സുതാര്യവും പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുമായിട്ടുള്ള ഭാഗമാണ്. ഈ ഭാഗത്തെ വിളിക്കും കോർണിയ. നിങ്ങൾക്ക് അവിടെ കാണാം കോർണിയ എന്ന് എഴുതിയിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം വരച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിത് വരച്ചിട്ട് തന്നെ ചെയ്യും. ആദ്യം ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നമുക്കൊന്ന് നോക്കിപ്പോവാം. ഓക്കെ, അപ്പോൾ ദൃഢപടലത്തിൻ്റെ മുൻഭാഗം സുതാര്യമാണ്. സുതാര്യം എന്ന് വെച്ചാൽ അത് എന്ത് കടത്തിവിടും? ലൈറ്റ് കടത്തിവിടും. ഓക്കെ, ലൈറ്റ് കടത്തിവിടുന്ന അല്ലെങ്കിൽ സുതാര്യമായിട്ടുള്ള ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തെ എന്ത് പേരിൽ വിളിക്കും? കോർണിയ എന്ന് വിളിക്കും. കോർണിയ ഒഴികെയുള്ള കണ്ണിൻ്റെ ഭാഗങ്ങളിൽ ആര് കാണപ്പെടുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നേ. എന്ത് കാണപ്പെടുന്നു പഠിച്ചിട്ടുണ്ട്? നേത്രാവരണം കാണപ്പെടുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദൃഢപടലത്തിൻ്റെ സുതാര്യമായ മുൻഭാഗത്തെ എന്ത് വിളിക്കും? കോർണിയ എന്ന് വിളിക്കും. ഓക്കെ, ഈ കോർണിയ വഴിയാണ് ലൈറ്റ് കണ്ണിനകത്തേക്ക് വരുന്നത്. മനസ്സിലായല്ലോ? രണ്ടാമത്തെ പാളി, അതായത് മധ്യപാളി രക്തപടലം. ഓക്കെ, മധ്യപാളിയാണ് രക്തപടലം. ഈ രക്തപടലത്തിൻ്റെ മുൻഭാഗം
രക്തപടലത്തിന്റെ മുൻഭാഗം കോർണിയക്ക് തൊട്ടു പുറകിലായിട്ട് ഒരു മറ പോലെ കാണപ്പെടുന്നുണ്ട് അല്ലേ. രക്തപടലത്തിന്റെ ഫ്രണ്ട് പാർട്ട്, രക്തപടലത്തിന്റെ മുൻഭാഗം നമ്മുടെ കോർണിയക്ക്, ദൃഢപടലത്തിന്റെ ഭാഗമായ കോർണിയക്ക് തൊട്ടു പുറകിൽ ഒരു മറ പോലെ കാണപ്പെടുന്നുണ്ട്. ഈ ഭാഗത്തിനെ വിളിക്കും ഐറിസ്. മുകളിലുണ്ട് താഴെയുണ്ട്, അതായത് ഇരുവശങ്ങളിലും കാണപ്പെടുന്നു, മുകളിലും താഴെയും. ഓക്കെ, ഒന്നുകൂടെ പറയാം. ദൃഢപടലം കണ്ണിന്റെ ഏറ്റവും പുറമേത്തെ പാളി. ഇതിന്റെ സുതാര്യമായ മുൻഭാഗം, ദൃഢപടലത്തിന്റെ സുതാര്യമായ മുൻഭാഗം കോർണിയ എന്നറിയപ്പെടുന്നു. ഓക്കെ, കോർണിയ സുതാര്യമായതുകൊണ്ട് തന്നെ ലൈറ്റ് ഉള്ളിലേക്ക് കടത്തിവിടുന്നു. ഈ കടന്നു വരുന്ന ലൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട വ്യക്തിയാണ് രക്തപടലത്തിന്റെ മുൻഭാഗമായ ഐറിസ്. ഓക്കെ, രക്തപടലത്തിന്റെ മുൻഭാഗമായ ഐറിസ് കണ്ണിനകത്തേക്ക് കടന്നു വരുന്ന പ്രകാശത്തെ അഡ്ജസ്റ്റ് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, രക്തപടലത്തിൽ ധാരാളം മെലാനിൻ എന്ന പിഗ്മെന്റ് കാണപ്പെടുന്നു. ഓക്കെ, അപ്പൊ നമുക്കൊന്നുകൂടെ പറയാം. രക്തപടലത്തിന്റെ മുൻഭാഗം ഐറിസ് എന്നറിയപ്പെടുന്നു. 2 ഐറിസ് ഉണ്ട്. ഇത് കോർണിയക്ക് തൊട്ട് പുറകിൽ ഒരു മറ പോലെ കാണപ്പെടുന്നു. ഇനി ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു ലെൻസ്, അതായത് 2 ഐറിസ് ഉണ്ട്. 2 ഐറിസിനിടയിൽ ലൈറ്റിന് കടന്നു വരാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ വിളിക്കും മക്കളെ പ്യൂപ്പിള്. അതാണ് നമ്മുടെ കൃഷ്ണമണി. ഓക്കെ, പ്യൂപ്പിൾ. ടീച്ചർ ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി മാത്രം. ദൃഢപടലത്തിന്റെ ഫ്രണ്ട് ഭാഗം കോർണിയ, സുതാര്യം, ലൈറ്റ് കടന്നു വന്നു. രക്തപടലത്തിന്റെ മുൻഭാഗം ഐറിസ്, കോർണിയക്ക് തൊട്ട് പുറകിലായി ഒരു മറ പോലെ കാണപ്പെടുന്നു. 2 ഐറിസുകളുണ്ട്. 2 ഐറിസിനിടയിലുള്ള ഒരു സുഷിരമാണ് പ്യൂപ്പിൾ. ഒരു ഹോൾ ഉണ്ട്, ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ സുഷിരത്തെ വിളിക്കും പ്യൂപ്പിള്. പ്യൂപ്പിളിന്റെ തൊട്ട് പുറകിലായിട്ട് കണ്ണിന്റെ ലെൻസ് കാണപ്പെടും. കോൺവെക്സ്, ബൈകോൺവെക്സ് ലെൻസ് ആണ് കണ്ണിന്. കോൺവെക്സ് ലെൻസ് എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ കണ്ണിനകത്ത് എന്ത് കാണപ്പെടുന്നു? കോൺവെക്സ് ലെൻസ് കാണപ്പെടുന്നു. എവിടെ? പ്യൂപ്പിളിന് തൊട്ട് പുറകിലായി കോൺവെക്സ് ലെൻസ് കാണപ്പെടുന്നു. എടാ, ലെൻസ് അവിടെ വെറുതെ നിൽക്കുക? ഏതെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും വെറുതെ നിൽക്കുക? ഇല്ല. കണ്ണ് വെറുതെ നിന്നാ? ഇല്ല. കണ്ണിനെ പിടിച്ചു നിർത്തിയത് ആരായിരുന്നു? നേത്രപേശികളായിരുന്നു അല്ലേ. അപ്പൊ ഇനി ലെൻസിനെയും പിടിച്ചു നിർത്താൻ കുറച്ച് പേശികൾ വേണം നമുക്ക്. ഓക്കെ, അതിന് ആവശ്യമായിട്ടുള്ള പേശികളാണ് സീലിയറി പേശികൾ. മനസ്സിലായോ? അപ്പൊ ആ ലെൻസിനെ നമുക്ക് കൃത്യമായി പിടിച്ചു നിർത്തണം. അതിനുള്ള പേശികളാണ് സീലിയറി പേശികൾ. ഓക്കെ, അപ്പൊ സീലിയറി പേശികൾ കണ്ണിന്റെ ലെൻസിനെ അവിടെ പിടിച്ചു വെച്ചു. ഇത്രയാണ് രക്തപടലത്തിന്റെ ഭാഗം. രക്തപടലത്തിന്റെ ഫ്രണ്ട് ഭാഗം ഐറിസ്, അത് കോർണിയക്ക് പിന്നിൽ ഒരു മറ പോലെ കാണപ്പെടുന്നു. 2 ഐറിസിനിടയിലുള്ള ഗ്യാപ്പാണ്, സുഷിരമാണ് എന്തെന്ന് പ്യൂപ്പിള്. പ്യൂപ്പിളിന്റെ തൊട്ട് പുറകിൽ എന്ത് കാണപ്പെടുന്നു? ഐ ലെൻസ് കാണപ്പെടുന്നു. ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ലെൻസ് അവിടെ വെറുതെ നിൽക്കൂല, പിടിച്ചു വെക്കാൻ ആള് വേണം. പിടിച്ചു വെക്കേണ്ട ആളാരി? സീലിയറി പേശി. മനസ്സിലായോ? ലെൻസ് പിടിച്ചു വെക്കേണ്ട ആളാരാണ്? സീലിയറി പേശി. ഇത്രയാണ് ഇപ്പൊ രക്തപടലത്തിൽ തൽക്കാലം ഞാൻ പറയുന്നത്, കൂടുതൽ പറഞ്ഞിട്ടില്ല കേട്ടോ. നെക്സ്റ്റ്, ഏറ്റവും ആന്തരപാളിയായിട്ടുള്ളത് ഏതാണ്? ദൃഷ്ടിപടലം, അതായത് റെറ്റിന. ഓക്കെ, ഏറ്റവും ആന്തരപാളി ഏതാണ്? ദൃഷ്ടിപടലം അഥവാ റെറ്റിനയാണ് ഏറ്റവും ആന്തരപാളി. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, എന്നിട്ട് നമുക്ക് റെറ്റിനയിലേക്ക് പോവാം. നമ്മുടെ കണ്ണിനകത്ത് 2 അറകളുണ്ട്. നമ്മുടെ കണ്ണിനകത്ത് 2 അറകളുണ്ട്. 2 അറ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ അറ നമുക്ക് ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. എ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അക്വസ് അറയാണ് ഒന്നാമത്തെ അറ. ആ അക്വസ് അറ കാണുന്നത്, നിങ്ങൾ കോർണിയ കണ്ടോ ചിത്രത്തിലെ? കോർണിയയും ലെൻസും കണ്ടോ? അതിനിടയ്ക്കൊരു പച്ച കളർ കാണിച്ച ഒരു അറ കണ്ടുവാ, ഒരു ഗ്യാപ്പ് കണ്ടുവാ. ആ പച്ച കളറിൽ കാണിച്ച ആ ഗ്യാപ്പിനെയാണ് അക്വസ് അറ എന്ന് വിളിക്കുന്നത്. അക്വസ് അറ എന്ന് പറയുന്നത് കോർണിയക്കും ലെൻസിനും ഇടയിൽ കാണപ്പെടുന്ന അറയാണ്. ഓക്കെ, ആ ഒരു സ്പേസ് ആണ്. അപ്പോൾ ലെൻസിനും കോർണിയക്കും ഇടയിൽ കാണപ്പെടുന്ന കണ്ണിലെ അറയാണ് അക്വസ് അറ. അതേസമയം ലെൻസിനും നമ്മുടെ ദൃഷ്ടിപടലമായ റെറ്റിനയും വലിയൊരു സ്പേസ് അതാടാ, വലിയൊരു ചേംബർ അതാ. ആ ചേംബറിനെ വിളിക്കും വിട്രിയസ് ചേംബർ, അതായത് വിട്രിയസ് അറ. 2 അറകളാണ് കണ്ണിന്, അക്വസ് അറയും വിട്രിയസ് അറയും. അക്വസ് അറ കാണപ്പെടുന്നത് ലെൻസിനും കോർണിയക്കും ഇടയിൽ, വിട്രിയസ് അറ കാണപ്പെടുന്നത് ലെൻസിനും ദൃഷ്ടിപടലത്തിനും ഇടയിൽ അല്ലെങ്കിൽ റെറ്റിനക്കും ഇടയിൽ. അക്വസ് അറ വളരെ ചെറുത്, വിട്രിയസ് അറ വളരെ വലുത്. ഓക്കെ, എന്നും പഠിക്കാനുണ്ട് കേട്ടോ, തീർന്നിട്ടില്ല ഇവിടെയൊന്നും. അക്വസ് അറയിൽ അക്വസ് ദ്രവം നിറഞ്ഞിരിക്കുന്നു, വിട്രിയസ് അറയിൽ വിട്രിയസ് ദ്രവം നിറഞ്ഞിരിക്കുന്നു. ആ ദ്രവങ്ങളുടെ പ്രത്യേകതയും നമുക്കറിയണം. തൽക്കാലം ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഒന്നുകൂടെ പറയാം.
കണ്ണിനകത്ത് രണ്ടറകൾ കാണപ്പെടുന്നു, അക്വസ് അറയും വിട്രിയസ് അറയും. അക്വസ് അറ കാണപ്പെടുന്നത് ലെൻസിനും കോർണിയക്കും ഇടയിൽ, അതേസമയം വിട്രിയസ് അറ കാണപ്പെടുന്നത് ലെൻസിനും ദൃഷ്ടിപടലത്തിനും ഇടയിൽ. ഓക്കെ, ലെൻസിനും ദൃഷ്ടിപടലത്തിനും ഇടയിലാണ് എന്ത് കാണപ്പെടുന്നത്? വിട്രിയസ് അറ കാണപ്പെടുന്നത്. അക്വസ് അറയിൽ അക്വസ് ദ്രവം നിറഞ്ഞിരിക്കുന്നു, വിട്രിയസ് അറയിൽ വിട്രിയസ് ദ്രവം നിറഞ്ഞിരിക്കുന്നു. ഇത്രയും മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ 2 പോയിന്റ് കൂടെ ബാക്കിയുണ്ട്, 2 അല്ല 3 പോയിന്റ് ബാക്കിയുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ ലെൻസിൻ്റെ നേരെ ഒരു ബിന്ദു കൊടുത്തിട്ടുണ്ട്, പീതബിന്ദു. എവിടെ? റെറ്റിനയിലാണേ. റെറ്റിനയിൽ നമ്മുടെ ലെൻസിൻ്റെ നേരെ ഒരു ലൈൻ വരച്ചാൽ നമുക്ക് കിട്ടും ഒരു പോയിന്റ്. ആ പോയിന്റാണ് ഏത്? പീതബിന്ദു. ഈ പീതബിന്ദു എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം വിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് നമുക്ക് മാക്സിമം ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ഭാഗമാണ് ഈ പീതബിന്ദു. നമ്മുടെ കണ്ണിലെ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ഭാഗമാണ് ഈ പീതബിന്ദു. മനസ്സിലായോ? കണ്ണിന് ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ഭാഗമാണ് പീതബിന്ദു അഥവാ മാക്കുല. അത് നമുക്ക് വേണ്ട, ഇംഗ്ലീഷ് ടേം തൽക്കാലം നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ പീതബിന്ദു എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിഷനുള്ള ഭാഗം, ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിൻ്റെ ഭാഗം, റെറ്റിനയുടെ ഭാഗം. ഇനി അതാ അവിടെ ഒരു അന്ധബിന്ദു. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അന്ധത എന്ന് വെച്ചാൽ എന്താ? ഒന്നുമില്ല, ഒന്നും കാണൂല, അതന്നെ എവിടെയും. അന്ധബിന്ദു എന്ന് പറയുന്നത് തീരെ കാഴ്ചശക്തി ഇല്ലാത്ത ഭാഗമാണ്. അവിടെ വിഷൻ നടക്കൂല. കാരണം നമുക്ക് പറയാം, അവിടെ റോഡ് സെൽസോ കോൺ സെൽസോ ഇല്ല. റോഡ് സെൽസും കോൺ സെൽസും എന്താണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അന്ധബിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രമാത്രം മനസ്സിലാക്കുക. അന്ധബിന്ദു എന്ന് വെച്ചാൽ എന്താണ്? അവിടെ വിഷൻ ഇല്ല, അവിടെ കാഴ്ചശക്തി സാധ്യമല്ല. ഈ അന്ധബിന്ദുവിൽ നിന്നാണ് നേത്രനാഡി ആരംഭിക്കുന്നത്. അന്ധബിന്ദുവിൽ നിന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? നേത്രനാഡി ആരംഭിക്കുന്നത്. മക്കളെ, നേത്രനാഡി അതായത് ന്യൂറോൺസ്, ഒപ്റ്റിക് നെർവ്സ് എന്തിനാണിത്? കണ്ണിൽ ഇമ്പൾസ് വന്നു, അതായത് കണ്ണിൽ ആവേഗങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആവേഗങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകണം? നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൊണ്ടുപോകണ്ടേ? കാഴ്ച സാധ്യമാക്കണ്ടേ? കണ്ടത് എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? പ്രകാശം എന്ന സ്റ്റിമുലസ്, പ്രകാശം എന്ന ഉദ്ദീപനം തിരിച്ചറിയണ്ടേ? അതിനനുസരിച്ച് പ്രതികരണങ്ങൾ ഉണ്ടാകണ്ടേ? അതിനൊക്കെ സഹായിക്കാനാണ് നമ്മുടെ ഒപ്റ്റിക് നെർവ് അഥവാ നേത്രനാഡി. കണ്ണിൽ നിന്നുണ്ടാകുന്ന ഈ ആവേഗങ്ങളെ ഇലക്ട്രിക്കൽ സിഗ്നൽസിന് നിങ്ങളുടെ ബ്രെയിനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ നേത്രനാഡി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നേത്രനാഡി ആരംഭിക്കുന്നത് നമ്മുടെ അന്ധബിന്ദുവിൽ നിന്നാണ്. നേത്രനാഡി ആരംഭിക്കുന്നത് അന്ധബിന്ദുവിൽ നിന്ന്. മനസ്സിലായോ? നേത്രനാഡി എവിടെ നിന്ന് ആരംഭിക്കുന്നത്? അന്ധബിന്ദുവിൽ നിന്ന് ആരംഭിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഇത്രയും മനസ്സിലായോ? അപ്പം അന്ധബിന്ദുവായി നേത്രനാഡിയായി തീർന്നിട്ടില്ലേ? ഇനി നമുക്ക് റെറ്റിനയുടെ, അതായത് നമ്മുടെ ദൃഷ്ടിപടലത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് പോവാണേ. ഒന്ന് ശ്രദ്ധിച്ചോ. നമ്മുടെ റെറ്റിനയുടെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, റെറ്റിനയുടെ ഒരു കുഞ്ഞു പീസ് എടുത്ത് അതിനെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ ശരിക്കും 3 ഭാഗങ്ങൾ കാണാം. ഓക്കെ, ഏറ്റവും ഉള്ളിലായിട്ട് പ്രകാശഗ്രാഹികളുടെ പാളി, അതായത് ലൈറ്റ് കണ്ണിനകത്തേക്ക് വന്നാൽ അത് സെൻസ് ചെയ്യാൻ പറ്റുന്ന പ്രത്യേക സംവേദനമല്ലേ ലൈറ്റ് നമുക്കിവിടെ? ആ സംവേദനം തിരിച്ചറിയാൻ പറ്റുന്ന കുറച്ച് കോശങ്ങളെ നമ്മുടെ കണ്ണിനകത്തുള്ളൂ. അതാണ് നമ്മുടെ പ്രകാശഗ്രാഹി കോശങ്ങൾ. ഓക്കെ, ഈ പ്രകാശഗ്രാഹികളുടെ പാളിയാണ് ഏറ്റവും അങ്ങേ തലക്ക് കാണുന്നത്. നടുക്ക് ബൈപോളാർ കോശപാളി കാണാം. നടുക്ക് എന്ത് കോശപാളിയുണ്ട്? ബൈപോളാർ കോശപാളിയുണ്ട്. ഓക്കെ, ഈ ബൈപോളാർ അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം, അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ റെറ്റിനയിൽ 3 പാളികളാണ്. റെറ്റിനയുടെ 3ാമത്തെ ഏറ്റവും ഉള്ളിലത്തെ പാളിയാണ് പ്രകാശഗ്രാഹികളുടെ പാളി എന്ന് പറയുന്നത്. അവിടെ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ അല്ലെങ്കിൽ, മീൻസ് ആദ്യം തൊട്ടൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. SLC എക്സാമിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഒരു പാഠത്തിനെയും വില കുറച്ച് കാണുന്നതല്ല, പക്ഷെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ നിങ്ങളിത് കൃത്യമായി കണ്ടന്റ് മനസ്സിലാക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. എങ്കിലും മാത്രമേ നമുക്ക് ക്ലാസ്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെയുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഏറ്റവും ഉള്ളിലത്തെ പാളി പ്രകാശഗ്രാഹികളുടെ പാളിയാണ്. റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും അവിടെ കാണപ്പെടുന്നുണ്ട്. ഇനി 2ാമത്തെ പാളി എന്ന് പറയുന്നത് ബൈപോളാർ കോശപാളിയാണ്. 2ാമത്തെ പാളി എന്താണ്? ബൈപോളാർ കോശപാളിയാണ്. ഇനി ഏറ്റവും മുകളിലേക്ക് നമുക്ക് എന്ത് കാണാം? ഗാംഗ്ലിയോൺ കോശപാളി കാണാം. അതായത് പ്രകാശഗ്രാഹികളുടെ പാളിയായ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളുമാണ് പ്രകാശം എന്ന സംവേദനങ്ങളെ സ്വീകരിക്കുന്നത്.
ഓക്കെ. അപ്പൊ പ്രകാശം എന്ന സംവേദനങ്ങളെ സ്വീകരിച്ച് അവിടെ ഇമ്പൾസസ്, അതായത് ആവേഗങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, സിമ്പിളായി പറഞ്ഞാൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസ് പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ അതിനെ ബ്രെയിനിലെത്തിക്കണം. ബ്രെയിനിലെത്തണമെങ്കിൽ അവിടെ എന്ത് വേണം? ചെറിയ നെർവ്സ് വേണം അല്ലേ? പിന്നെ ട്രാവൽ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഫൈബേഴ്സ് വേണം, ചെറിയ ഫൈബേഴ്സ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ലെയർ. അതാണ് ബൈപോളാർ കോശപാളി. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഗാംഗ്ലിയോൺ കോശപാളി. അപ്പോൾ ആദ്യം പ്രകാശഗ്രാഹികൾ ഈ സംവേദനം തിരിച്ചറിയുകയും പിന്നീട് ഇത് ബൈപോളാർ കോശപാളിയിലേക്കും ഗാംഗ്ലിയോൺ കോശപാളികളിലേക്കും എത്തി പിന്നീട് ഒപ്റ്റിക് നെർവ്സ് വഴി നിങ്ങളുടെ ബ്രെയിനിൻ്റെ സെറിബ്രത്തിലേക്ക് എത്തുകയും കാഴ്ച എന്ന അനുഭവം സാധ്യമാവുകയും ചെയ്യും. മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി വരച്ചിട്ട് കണ്ണിൻ്റെ വരച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതുകൂടി ഞാൻ ആഡ് ചെയ്യാം, നോക്കാം നമുക്ക്. ഓക്കെ. അപ്പോൾ പ്രകാശഗ്രാഹികളുടെ പാളിയിൽ റോഡ് സെൽസും കോൺ സെൽസും ഉണ്ട്. അതായത് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഉണ്ട്. റോഡ് സെൽസ് എന്ന് പറയുന്നത് മിനിമം ലൈറ്റിൽ, അതായത് വളരെ ഇരുണ്ട പ്രകാശത്തിൽ, വളരെ ഒപ്റ്റിമം ലെവൽ ലൈറ്റിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ റോഡ് സെൽസ്. റോഡിൻ്റെ കളർ എന്താണ്? ടാറിട്ട റോഡ് എന്നല്ലേ നമ്മൾ പറയാം, ഒരു ബ്ലാക്ക് കളറല്ലേ. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് റോഡ് സെൽസ്. ഇരുണ്ട പ്രകാശത്തിൽ അല്ലെങ്കിൽ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന ആളാണ് റോഡ് സെൽസ്. അതേസമയം കോൺ സെൽസ് എന്ന് പറയുമ്പോൾ കളർ വിഷൻ. ഓക്കെ. അപ്പോൾ കളർ എന്തിന് നമ്മളെ സഹായിക്കും? കളർ വിഷന് നമ്മളെ സഹായിക്കുന്ന ആളാണ് ആര്? കോൺ സെൽസ്. ഓക്കെ. അപ്പോൾ റോഡ് സെൽസ് മങ്ങിയ പ്രകാശത്തിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാഴ്ചയ്ക്കും അതുപോലെ തന്നെ കോൺ സെൽസ് നമ്മളെ കളർ വിഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആണോ? ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകും. ഓക്കെ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ.